എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇപ്പം നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് പരലോകവുമായി ബന്ധപ്പെട്ടുള്ളത്. പരലോകത്തെ പറ്റി സംസാരിക്കുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് വലിയൊരു വിഷയം. അതുകൊണ്ട് അല്പഭാഗം ആമുഖം മാത്രമാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരിച്ചു പോകും. എല്ലാ മനുഷ്യരും മരിച്ചു പോകും. ഒരു തർക്കമില്ല. മനുഷ്യർ തമ്മിൽ ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരും മരിച്ചു പോകും. പക്ഷെ മനുഷ്യരെ കണ്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? മനുഷ്യന്മാർ 1,00,000 കൊല്ലമൊക്കെ ഇവിടെ ജീവിക്കും. ആ നിലക്കാണ് മനുഷ്യൻ. ഇതൊക്കെ മരിച്ചു പോകും എന്ന് ഉറപ്പുള്ള, ഇത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതി ദുനിയാവില്ല. മനുഷ്യൻ മരിച്ചു പോകും എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ദുനിയാവില്ല. അത്ര ഉറപ്പാണ്. എന്നിട്ടും മറ്റവനെ കൊന്നിട്ട് ഓൻ്റെതൊക്കെ കൊള്ളാടിച്ച്, അല്ലേ? എന്തൊക്കെ ദുൽമ ചെയ്യാൻ കഴിയോ അതൊക്കെ ഞാൻ മരിച്ചു പോകും എന്ന് ഉറപ്പുള്ള മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ്റെ ചെയ്തി കണ്ടാൽ നമ്മളെന്താ വിചാരിക്കും? 1,00,000 കൊല്ലമൊക്കെ ഓൻ്റെ ദുനിയാവിൽ ജീവിക്കും എന്ന നിലക്കാണ് ഓൻ്റെ പ്രവർത്തനം. അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരിച്ചു. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ആദ്യം പറഞ്ഞെന്താ? എല്ലാ മനുഷ്യരും മരിച്ചു. ഒരു തർക്കവും സംശയമില്ല. രണ്ടാമത്തെ വചനം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അവിടെ തർക്കം. ഒന്നാമത്തേൽ ആർക്കും തർക്കമില്ല. രണ്ടാമത്തേല് ഈ മനുഷ്യന്റെ അങ്ങേ തല മുതൽ ഇന്ന് വരെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. പരലോകം ഉണ്ടാവും. അങ്ങനെ ഒരു പരലോകം ഉണ്ടാവും എന്ന് മനുഷ്യർ സംസാരിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക, തർക്കിച്ചുകൊണ്ടേയിരിക്കുക.